ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പാടിയ പാട്ട് തന്നെ പാടി ഒന്ന് തുടങ്ങാം. ഡിസംബർ 30 എന്ത് സംഭവിക്കും? LP-UP നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യം വ്യക്തമാണ്, അത് വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ വർഷം തന്നെ വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എഴുതാനുള്ള ഒരു അവസരമുണ്ട്, നല്ലൊരു അവസരമാണ്. ഇനി ഉള്ള ദിവസം വളരെ കൃത്യമായിട്ട് പഠിച്ചോളുക. ഡിസംബർ 18 പേജ് 3 അക്കാദമിയിൽ LP-UPക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LP-UPയുടെ ക്രാഷ് കോഴ്സ് പുതിയ ബാച്ച് ഡിസംബർ 18 തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പതിവ് പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കുക, സിലബസിലുള്ള ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നമുക്ക് ജലഗതാഗതം അല്ലെങ്കിൽ ഗതാഗതം എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, അതിൽ നിന്ന് വരുന്നതാണ് ഈ ചോദ്യം. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം. ഒരുവിധം തുറമുഖം വായിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭാഗമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ കുഴയ്ക്കാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ ആയിരിക്കും. ദീൻ ദയാൽ തുറമുഖം, ജവഹർലാൽ നെഹ്റു തുറമുഖം, വിഒ ചിദംബനാർ തുറമുഖം, കാമരാജർ തുറമുഖം എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു അല്ലെങ്കിൽ സന്തതി എന്നറിയപ്പെടുന്നത് ദീൻ ദയാൽ തുറമുഖമാണ് കേട്ടോ. ദീൻ ദയാൽ തുറമുഖം അഥവാ കാണ്ട്ല തുറമുഖം. ഓക്കെ, ദീൻ ദയാൽ തുറമുഖം അഥവാ കാണ്ട്ല തുറമുഖം. ദീൻ ദയാൽ തുറമുഖത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദീൻ ദയാൽ തുറമുഖത്തിൻ്റെ പഴയ പേരെന്താണ് ചോദിക്കും. കാണ്ട്ല എന്നുള്ളതാണ്. ദീൻ ദയാൽ കാണ്ട്ല തുറമുഖം എന്നുള്ളതാണ്. ഓക്കെ, നോക്കുക, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കാണ്ട്ല തുറമുഖം എന്ന് പറയുന്നത് പശ്ചിമ തീരം എന്നാ പറയുന്നത്. എന്താണ് ഈ പശ്ചിമ തീരം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പശ്ചിമ തീരം എന്താണെന്ന് നോക്കാം. പശ്ചിമ തീരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് അല്ലേ, ഈ തീരപ്രദേശം നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ തീരപ്രദേശം ഉൾപ്പെടെയുള്ള ഇവിടെ കന്യാകുമാരി മുതൽ നമ്മുടെ ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗം വരെയുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ പശ്ചിമ തീരം അതല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം എന്ന് പറയുക. പശ്ചിമ തീരം അതല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത് പശ്ചിമ തീരം. അപ്പോൾ ഇതാവുമ്പോൾ ഇതേത് തീരമായിരിക്കും? ഇത് കിഴക്കൻ തീരം അഥവാ പൂർവ്വ തീരം എന്നുള്ളതാണ്. ഏത് ഭാഗം? നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം അല്ലെ, ഗുജറാത്തിൻ്റെ ഈ ഭാഗം, കേരളത്തിൽ നിന്ന് ഗുജറാത്ത് വരെയുള്ള തീരത്തെ പടിഞ്ഞാറൻ തീരം അതല്ലെങ്കിൽ പശ്ചിമ തീരമെന്നും അല്ലേ. ഇനി ഈ തമിഴ്നാടിൻ്റെ ഈ തീരഭാഗങ്ങളെ അല്ലേ, തമിഴ്നാട്, ആന്ധ്ര അല്ലേ, ആ ഭാഗങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കിഴക്കൻ തീരം അതല്ലെങ്കിൽ പൂർവ്വ തീരം എന്നാണ് പറയുക. അപ്പോൾ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് എന്ന് ചോദിക്കും. പശ്ചിമ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് എന്നൊരു ചോദ്യം വരും. അപ്പോൾ നോക്കണം അത് ഏതാണ്. ഇവിടെ നോക്കുക, ഇത് നമ്മുടെ തുറമുഖങ്ങളാണ്, മേജർ തുറമുഖങ്ങളെയാണ് ഈ ചിത്രത്തിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഗുജറാത്തിൻ്റെ അല്ലേ, ഈ ഒരു ഭാഗം കന്യാകുമാരി മുതൽ അല്ലേ ഗുജറാത്ത് വരെയുള്ള ഈ തീരമാണ് എന്ത്? പശ്ചിമ തീരം. ഈ പശ്ചിമ തീരത്തിലെ ഏറ്റവും വടക്കേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ അല്ലേ, ഏറ്റവും മുകളിൽ പശ്ചിമ തീരത്തിലെ വടക്കേ അറ്റത്ത് ഏതാണ്? ദീൻ ദയാലാണ്. ദീൻ ദയാലിൻ്റെ പഴയ പേരെന്താണ് എന്നൊരു ചോദ്യം വരും. ദീൻ ദയാലിൻ്റെ പഴയ പേരെന്താണ് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കാണ്ട്ല തുറമുഖം എന്നുള്ളതാണ്. ഇത് ഗുജറാത്താണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ തുറമുഖമാണ്. അതായത് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് കറാച്ചി തുറമുഖം പാകിസ്ഥാനിലേക്ക് പോയപ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെ ഒരു തുറമുഖത്തിൻ്റെ ആവശ്യം വരുന്നു. അങ്ങനെയാണ് കാണ്ട്ല തുറമുഖം
എന്ത് ചെയ്യുന്നത് വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാണ് എന്ന് ചോദിക്കും. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാണ് എന്ന് ചോദിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ദീൻ ദയാൽ അഥവാ കാണ്ട്ല തുറമുഖം. എവിടെയാണ്? ഗുജറാത്താണ് അല്ലെ. പശ്ചിമ തീരത്തുള്ള, എന്താണ് പശ്ചിമ തീരം എന്ന് മനസ്സിലായില്ലേ? പശ്ചിമ തീരവും പൂർവ്വ തീരവും നമുക്ക് പഠിക്കാം. അപ്പൊ പശ്ചിമ തീരത്ത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള തുറമുഖമായ ദീൻ ദയാൽ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ തുറമുഖം എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തുറമുഖം അല്ലെ. ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ ഏറ്റവും വടക്കായിട്ടുള്ള തുറമുഖം, അതാണ് ദീൻ ദയാൽ തുറമുഖം അഥവാ കാണ്ട്ല തുറമുഖം. ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നു, ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം അഥവാ ഫ്രീ ട്രേഡ് പോർട്ട്. ഓക്കെ, ഏതാണ്? ദീൻ ദയാൽ എവിടെ? ഗുജറാത്തില്. പഴയ പേര് കാണ്ട്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തുറമുഖം, പശ്ചിമ തീരത്തെ ഏറ്റവും വടക്കേ അറ്റത്തെ തുറമുഖം അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലാണ് ഇത് വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ്. വിഭജനത്തിന്റെ സന്തതി, ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം അഥവാ ദീൻ ദയാൽ തുറമുഖം. ആദ്യമായിട്ട് സെസ് ഏർപ്പെടുത്തിയതും ഇവിടെയാണ്. ആദ്യമായിട്ട് സെസ് ഏർപ്പെടുത്തിയ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ദീൻ ദയാൽ തുറമുഖമാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഒന്ന് നോക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പശ്ചിമ തീരത്തെയും പൂർവ്വ തീരത്തെയും, പശ്ചിമ തീരം പൂർവ്വ തീരം, അതായത് പടിഞ്ഞാറൻ തീരം എന്ന് പറഞ്ഞാൽ പശ്ചിമ തീരമാണ്, പൂർവ്വ തീരം എന്ന് പറഞ്ഞാൽ കിഴക്കൻ തീരമാണ്. ഇത് മാറിപ്പോകരുത്. അപ്പോൾ ഇത് പശ്ചിമ തീരം അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാപ്പ് പഠിക്കുന്ന സമയത്ത് അല്ലേ മോള് നോർത്താണ് അല്ലേ, നോർത്താണ്. ഇനി നേരെ ഈ ഭാഗത്ത്, അതായത് ഈ ഒരു സൈഡ് ഈസ്റ്റ് ആണ്. ഓക്കെ, ഇത് വെസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. ഇതാണ് നമ്മുടെ ദിശ. ഓക്കെ, ഇത് ദിശയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ മതി, ന്യൂസ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ന്യൂസ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഏറ്റവും മുകളിൽ നോർത്ത് വടക്ക് അല്ലേ, ഉത്തരം അല്ലേ. ഇനി താഴെ സൗത്ത് അഥവാ ദക്ഷിണം. ഇനി അപ്പുറം ആ സൈഡാണെങ്കിലോ കിഴക്ക് ഭാഗമാണ്, ഈസ്റ്റ് ആണ്. കിഴക്കിനെയാണ് പൂർവം എന്ന് പറയാം. ഇനി ഇത് പടിഞ്ഞാറാണ്. ഇതേതാണ്? പടിഞ്ഞാറാണ് അല്ലേ. ഇത് പടിഞ്ഞാറാണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് നോർത്ത് ആണ് എന്നുള്ളത് ഓർത്താൽ മതി. ഇത്രയും കാര്യം ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇതിനെ പൂർവ്വതീരം എന്ന് പറയാം, ഇതിനെ പശ്ചിമ തീരം എന്ന് പറയാം. ആ പശ്ചിമ തീരത്തെയും പൂർവ്വ തീരത്തെയും വീണ്ടും നമുക്ക് മൂന്നാക്കി തിരിക്കാൻ പറ്റും. ആദ്യം പശ്ചിമ തീരം. പശ്ചിമ തീരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമാണ്, കേരളത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിലെ ഇവിടെ നോക്കുക, ഇവിടെ തെക്ക് സൗത്ത് കന്യാകുമാരി, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരി മുതൽ എവിടം വരെ വരും? നമ്മുടെ മംഗലാപുരം വരെ. മംഗലാപുരം അല്ലേ, കർണാടകയിലുള്ള മംഗലാപുരം വരെയുള്ള തെക്ക് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള തീരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മലബാർ തീരം എന്ന് പറയുക. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പശ്ചിമ തീരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എവിടെ മുതൽ? തെക്ക് കന്യാകുമാരി മുതൽ. ഓക്കെ, തെക്ക് കന്യാകുമാരി മുതൽ ഓക്കെ മുകളിലോട്ട് പോയിട്ട് മംഗലാപുരം വരെയുള്ള ഭാഗത്തെ മലബാർ തീരം എന്ന് പറയുന്നു. ഇനി വേറൊരു കാര്യം പറയാം. ഏറ്റവും അല്ലേ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡില് ഏറ്റവും മുകളിലുള്ള വടക്കേ അറ്റത്തുള്ള ഈ ഭാഗം ഏതായിരിക്കും? അത് ഗുജറാത്ത് തീരമാണ്. അതേതാണ് തീരം?
ഗുജറാത്ത് തീരമാണ്. ഏതാ തീരം? ഗുജറാത്ത് തീരം. ഓക്കെ, ആ ഗുജറാത്ത് തീരത്തെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. വടക്കേ അറ്റം പടിഞ്ഞാറ് അല്ലെ പശ്ചിമ തീരത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തുള്ള വടക്കേ അറ്റം ഏത് ചോദിച്ചാൽ അത് ഗുജറാത്ത് തീരമാണ്. ഓക്കെ, ഇനി മലബാർ തീരത്തിൻ്റെയും അതുപോലെ തന്നെ ഗുജറാത്ത് തീരത്തിൻ്റെയും ഇടയിലുള്ള പ്രദേശം ഏതാണ്? അത് കൊങ്കൺ തീരമാണ്. കൊങ്കൺ തീരം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരും. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ കന്യാകുമാരി മുതൽ അല്ലെ പടിഞ്ഞാറ് ഭാഗം, പശ്ചിമ ഭാഗത്ത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള ഭാഗമാണ് മലബാർ തീരം. ഇനി ഏറ്റവും മുകളിൽ ഏത് ഭാഗം വരും? ഗുജറാത്ത് തീരം വരും. അപ്പോൾ ഗുജറാത്ത് തീരത്തിനും മലബാർ തീരത്തിനും ഇടയിലാണ് കൊങ്കൺ തീരം എന്ന കാര്യം അല്ലേ. ഇവിടെ നോക്കുക, ഗുജറാത്ത് തീരം കാണാൻ കഴിയും, മലബാർ തീരം കാണാൻ കഴിയും, അതിനിടയിലാണ് കൊങ്കൺ തീരം വരുന്നത്. അപ്പോൾ ഇത് പശ്ചിമ തീരപ്രദേശമാണ് അഥവാ പടിഞ്ഞാറൻ തീരമാണ്. ഇനി കിഴക്കൻ തീരം നമുക്ക് പഠിക്കാം. കിഴക്കൻ തീരം പഠിക്കുന്ന സമയത്ത് നമ്മളും അവിടെയും 3 പറയും. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് നോക്കുക. പൂർവ്വതീരത്തിനെ കുറിച്ചാണ് പറയുന്നത്, അഥവാ കിഴക്കൻ തീരം ബംഗാൾ ഉൾക്കടലിൻ്റെ സൈഡ്. ഓക്കെ, ഇപ്പുറമാണെങ്കിൽ അറബിക്കടലിൻ്റെ ഭാഗം, താഴെയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ. അപ്പോൾ പൂർവ്വതീരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് തെക്കേ അറ്റം ഏതാണ് എന്ന് ചോദിക്കും. കേട്ടോ. ഇവിടെ തെക്കേ അറ്റം ഏതാണ്? പൂർവ്വതീരത്തിൻ്റെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഏത് തീരമാണ് എന്ന് ചോദിക്കും. അത് കോറമാൻഡൽ തീരമാണ്. അതേതാണ് തീരം? കോറമാൻഡൽ തീരമാണ്. തെക്കേ അറ്റം കോറമാൻഡൽ തീരം എന്ന് പറയും. കോറമാൻഡൽ തീരം അതല്ലെങ്കിൽ അതിനെ നമുക്ക് തമിഴ്നാട് തീരം എന്ന് പറയാം. ഓക്കെ, തെക്കേ അറ്റം എന്ത് തീരമാണ്? കോറമാൻഡൽ തീരം. നോക്കുക, ഇത് കോറമാൻഡൽ തീരമാണ്. ഇവിടെ മലബാർ തീരം പോലെ തന്നെ തെക്കേ അറ്റത്തുള്ളത് കോറമാൻഡൽ തീരം. ഏത്? ആ സൈഡില് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത്, കിഴക്കൻ ഭാഗത്ത് അല്ലെ, കിഴക്കൻ തീരസമതലത്തില് തെക്കേ അറ്റം കോറമാൻഡൽ തീരമാണ്. അത് എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എവിടം മുതൽ എവിടം വരെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് കന്യാകുമാരി മുതൽ ആന്ധ്രാപ്രദേശിലെ പുലിക്കട്ട് തടാകം വരെയുള്ള പ്രദേശമാണ് കോറമാൻഡൽ തീരം. കന്യാകുമാരി മുതൽ പുലിക്കട്ട് തടാകം വരെ കോറമാൻഡൽ തീരം. ഇനി ആ പുലിക്കട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെയുള്ള ആന്ധ്രാപ്രദേശിലെ പുലിക്കട്ട് തടാകം മുതൽ ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു തടാകം വരെയുള്ള തീരം അറിയപ്പെടുന്ന പേരെന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കുക, ആന്ധ്രാ തീരം എന്നാണ് അറിയപ്പെടുക. ഈ ഭാഗം ആന്ധ്രാ തീരമാണെന്ന് അറിയപ്പെടുക. ഓക്കെ, ആന്ധ്രാ തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും അവസാനം പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർവ്വതീരത്തിൻ്റെ വടക്കേ അറ്റം അല്ലെ, പൂർവ്വതീരത്തിൻ്റെ വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അതാണ് ഉത്കൽ തീരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ തെക്കേ അറ്റത്ത് മലബാർ തീരം അല്ലേ, അതായത് പശ്ചിമ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞു? പശ്ചിമ ഭാഗം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ഭാഗം. ആ പശ്ചിമ ഭാഗത്ത് മലബാർ തീരത്തെ കുറിച്ച് പറഞ്ഞു. അതിന് മുകളിലായിട്ട് ഏറ്റവും മുകളിൽ വടക്കേ അറ്റത്ത്, ഇത് തെക്കാണ് മലബാർ തീരം, വടക്ക് ഗുജറാത്ത് തീരം, അതിനിടയിലാണ് കോറമാൻഡൽ തീരം വരുന്നത്. ഇനി കിഴക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കിഴക്ക് കോറമാൻഡൽ തീരം, ഏറ്റവും താഴെ കോറമാൻഡൽ തീരം, അതല്ലെങ്കിൽ തമിഴ്നാട് തീരം എന്ന് പറയും. ഇനി അതിന് മുകളിലായിട്ട് ആന്ധ്രാ തീരം വരും. ആന്ധ്രാ തീരം അല്ലെ, പുലിക്കെട്ട് തടാകം മുതൽ കൊല്ലേരു തടാകം വരെയുള്ള ആന്ധ്രാ തീരം. അതിന് മുകളിലായിട്ടാണ് വടക്കൻ സിർക്കാസിസ്, ഓക്കെ, വടക്കാൻ സിർക്കാസിസ് എന്നറിയപ്പെടുന്ന ഉത്കൽ തീരം വരുന്നത്. കിട്ടിയോ? ഇതെന്തിനാണ് ഈ പശ്ചിമ തീരത്തെയും പൂർവ്വതീരത്തെയും നമ്മൾ പഠിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പഠിച്ചു അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പശ്ചിമ തീരെന്നും പൂർവ്വതീരെന്നും രണ്ടായിട്ട് തിരിച്ചു. അപ്പോൾ ഇതിൽ ചോദിക്കും, ഇവിടെ ചോദിക്കാൻ സാധ്യത പശ്ചിമ തീരത്ത് ഉള്ള, ഓക്കെ, പശ്ചിമ തീരത്തെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതെന്ന് ചോദിക്കും. ദീൻ ദയാലാണ്. പശ്ചിമ തീരത്തെ ഏറ്റവും തെക്കേ അറ്റത്താണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഇതെന്ന് ചോദിച്ചാൽ VO ചിദംബനാർ തുറമുഖമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള, ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള അല്ലെ, അഥവാ പൂർവ്വ തീരത്തുള്ള വടക്കേ അറ്റത്തെ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്.
പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ചോദിക്കും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത പശ്ചിമ തീരത്തിലെ പ്രധാന മേജർ തുറമുഖം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന തുറമുഖങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ പശ്ചിമ തീരം, പൂർവ്വതീരം, അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. അതിനെ നമ്മൾ ഓരോ തീരങ്ങളെ തിരിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. മലബാർ തീരം എന്താണ്, കൊങ്കൺ തീരം എന്താണ്, അല്ലേ, ഗുജറാത്ത് തീരം എന്താണ്, ഇനി കോറമാൻഡൽ തീരം എന്താണ്, ആന്ധ്ര തീരം എന്താണ്, ഉത്കൽ തീരം അഥവാ വടക്കൻ സിർക്കാസിസ് എന്താണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചോദ്യം തുടങ്ങിയ സമയത്ത് തന്നെ, അല്ലേ, ഈ ചോദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്, ഗുജറാത്തിലുള്ളതാണ്, അല്ലേ. കാണ്ട്ല തുറമുഖം എന്നാണ് പഴയ പേര്, അല്ലേ. ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ, അല്ലേ, സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖമാണ് കാണ്ട്ല അഥവാ ദീൻ ദയാൽ, അല്ലേ. ഇത് ഏത് ഭാഗത്താണ്? പശ്ചിമ തീരത്താണ്. ഇനി വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാൻ പറ്റും. കിഴക്കൻ തീരത്ത് അഥവാ പൂർവ്വ തീരത്ത് നിർമ്മിച്ച, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പൂർവ്വ തീരത്ത് നിർമ്മിച്ച ആദ്യ തുറമുഖം ഏതാണ് എന്ന് ചോദിക്കാൻ പറ്റും. അത് ചോദിച്ചാൽ അതേതാണ്? അത് പാരാദ്വീപാണ്. ഏതാണ്? പാരാദ്വീപാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ നിർത്തി. ഓൾറെഡി തുറമുഖങ്ങളുടെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, മണ്ണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മണ്ണിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണം. ഓക്കെ, മണ്ണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം. എക്കൽ മണ്ണാണ്, ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. മണ്ണിന്റെ രൂപീകരണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജെനിസിസ്. ഓക്കെ, പെഡോജെനിസിസ്. പെഡോളജി എന്നുള്ളത് മണ്ണല്ലേ? യെസ്, പെഡോജെനിസിസ് ശരിയാണ്. അപ്പോൾ ഈ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന ചിലപ്പോൾ ഓപ്ഷനിൽ എന്തായിരിക്കും? ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനായിരിക്കും പറയാം. ഓക്കെ, ശരിയല്ല, ശരിയെന്ന് കാണുമ്പോഴേക്കും അങ്ങനെ അത് തന്നെയെന്ന് വിചാരിക്കരുത്. ശരിയല്ലാത്താന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ശരിയായ പ്രസ്താവന തന്നെയാണ് തന്നിരിക്കുന്നത്, അല്ലെ? പോസിറ്റീവ് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പം നോക്കുക, ഏതാണ് നോക്കുക? ഒന്ന് മാത്രം ശരി, ഒന്ന് ശരിയാണ്, ബാക്കി എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മാത്രം ശരി, 1, 3 മാത്രം ശരി, അല്ലേ? അപ്പം ഇതല്ല 2, 4 മാത്രം ശരി അല്ല, 1, 2, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ശരി ഉത്തരം എന്ന് പറയുന്നത്. എക്കൽ മണ്ണിനെ കുറിച്ച് പറയാം. എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ നദീതീരങ്ങളിൽ, ഉത്തരേന്ത്യൻ നദീതീരങ്ങളിലുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരേന്ത്യൻ നദീതീരങ്ങളിൽ കാണപ്പെടുന്ന, സമതലങ്ങളിൽ കാണപ്പെടുന്ന, ഉത്തരേന്ത്യൻ നദീതീരങ്ങളിലും സമതലങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ 42% കാണപ്പെടുന്ന മണ്ണിനമാണ്. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ തന്നെ, നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യം ഒന്ന് പറഞ്ഞേ. യെസ്, ഇന്ത്യയിൽ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്, ഇതെല്ലാം ഏതാണ്? തീർച്ചയായിട്ടും ഇതെല്ലാം എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. അപ്പോൾ എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ 42% കാണപ്പെടുന്ന മണ്ണിനമാണ്. സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന നദീതീരങ്ങളിലും, ഉത്തരേന്ത്യൻ നദീതീരങ്ങളിലും സമതലങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണിനമാണ്. നെല്ലിൻ്റെ ഉൽപാദനത്തിന് അനുയോജ്യമായ മണ്ണാണ്. അതുപോലെ തന്നെ നല്ല ഉൽപാദനക്ഷമതയുള്ള, നല്ല ഫലഭൂയിഷ്ടിയുള്ള മണ്ണിനമാണ്. ഈ എക്കൽ മണ്ണിൽ ഏതൊക്കെ വിളകൾ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്ക് എന്നിവയൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. അപ്പോൾ മണ്ണിനങ്ങളെ കുറിച്ച് ചോദ്യം വരും. പെഡോളജി എന്താണ്, പെഡോജെനിസിസ് എന്താണ്, മണ്ണ് ദിനം എന്നാണ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അക്ഷാംശ സ്ഥാനം,
നിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രത്തിൽ നിന്നുള്ള അകലം, ഇവയെല്ലാം അക്ഷാംശ സ്ഥാനം തീർച്ചയായിട്ടും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. സമുദ്രത്തിൽ നിന്നുള്ള ഉയരം, അതായത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ചോദിക്കും, അത് സ്വാധീനിക്കും. സമുദ്രനിരപ്പിൽ നിന്നുള്ള അകലം തീർച്ചയായിട്ടും അതിൻ്റെ ആർദ്രതയെ സ്വാധീനിക്കും, കാലാവസ്ഥയെ സ്വാധീനിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതാണ്. അക്ഷാംശ സ്ഥാനം സ്വാധീനിക്കും, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സ്വാധീനിക്കും, സമുദ്രത്തിൽ നിന്നുള്ള അകലം സ്വാധീനിക്കും. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. സൈക്ലോൺസ് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നിമ്നോന്നത ഭൂപ്രകൃതി എന്ത് ചെയ്യും? നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലേ, കേരളത്തിലേക്കാണ് ആദ്യം എത്തുന്നത്. ജൂൺ മാസത്തോടു കൂടി കേരളത്തിലേക്കാണ് ആദ്യം എത്തുക. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കാനും തമിഴ്നാട്ടിൽ മഴ കിട്ടാതിരിക്കാനും ഒക്കെ കാരണം ഈ നിമ്നോന്നതികളൊക്കെയാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ അല്ലേ, ആ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നതൊക്കെയാണ് കാരണം. അപ്പോൾ നിമ്നോന്നതികൾ തീർച്ചയായിട്ടും കാലാവസ്ഥയെ സ്വാധീനിക്കും, ചക്രവാതങ്ങൾ സ്വാധീനിക്കും. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദം അതായത് ചൂട് കൂടുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം കുറയും. കുറയും. ഇനി അതുപോലെ തന്നെ ചൂട് കുറയുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം കൂടും അല്ലേ, ഇവ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ്, അതായത് തണുപ്പ് കൂടിയ സ്ഥലത്ത് നിന്ന് തണുപ്പ് കുറഞ്ഞ സ്ഥലത്തേക്കാണ് എന്ത് സംഭവിക്കുക? കാറ്റിൻ്റെ സഞ്ചാരം ഉണ്ടാവുക. ഇതെല്ലാം നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇനി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റീരിയോളജി എന്നാണ് അറിയപ്പെടുക. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം മൗസിം ഭവനാണ്. മൗസിം ഭവൻ പറഞ്ഞ സമയത്ത് ഓർത്തു വെക്കണം, മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൺസൂൺ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. മൺസൂൺ എന്ന് പറയുന്നത് ഒരു അറബി വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഏതാണ് അറബി വാക്ക് എന്ന് ചോദിച്ചാൽ മൗസിം എന്ന് പറയുന്ന അറബി വാക്ക്. ഏതാണ്? മൗസിം എന്ന് പറയുന്ന അറബി ഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ മൗസിം എന്ന് പറയുന്ന അറബി ഭാഷയുടെ അല്ലെങ്കിൽ മൗസിം എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? മൺസൂൺ എന്ന് പറയുന്ന വാക്കുണ്ടായത് ഈ മൗസിം എന്ന അറബി ഭാഷയിലാണ്. മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത്. മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ്? അറബി ഭാഷ. മൺസൂൺ എന്ന് പറഞ്ഞാൽ കാറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് നോക്കിയത് കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് അവസാനമായിട്ട് ചോദ്യം വന്നത്. അതിനു മുമ്പ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് തുറമുഖം, അതായത് നമ്മുടെ ജലഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണ്. ഇതെല്ലാം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്, സിലബസിൽ തന്നിട്ടുള്ള ഭാഗങ്ങളാണ്, പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ്. നന്നായിട്ട് നോക്കുക. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക തന്നെ വേണം. മോഡൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതിലിങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക എന്നുള്ളൊരു ധാരണ കിട്ടാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും. താങ്ക് യു.